ഗൈസ്, എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ. ഞാനിപ്പം ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് പോലെ യു എയിൽ, എക്സ്പെരിമെൻ്റ് അല്ല, ഒരു ചെറിയ ചുമ്മാ ക്രിമി കടി. ഞാൻ യു എയിൽ ഗ്രീൻ ലൈനിൽ ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ പോകാൻ എത്ര നേരം എടുക്കും നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇ ആൻഡ് ഡിയിലോട്ട് പോകാൻ പോവാണ്. ഇപ്പോൾ ക്രീക്കിലുണ്ട്, കാണിച്ചു തരാം. ഞാൻ വന്ന് ഇവിടുത്തെ മെട്രോയിൽ ഇവിടെ തന്നെ ഇറങ്ങിയിട്ട് ഞാൻ താഴെ ഇറങ്ങി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് തിരിച്ചു പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അല്ല, ഈ ആൻഡിയിൽ ഒരു എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഞാൻ പറയുന്നത് ആദ്യമായിട്ടായതുകൊണ്ടാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോൾ ക്രീക്കിൽ ഒരു എൻഡിൽ നമ്മൾ ഇറങ്ങിയിട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകണ്ട, സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ ആൻഡിയിൽ പോകാനുള്ള മെട്രോ കിട്ടും. അതാണ് ഗൈസ് അപ്പോൾ പറയാനുള്ളത്. ഞാനപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. സമയം 3:58. നമുക്ക് നോക്കാം ഞാൻ ഈ ആൻഡിയിലെത്തുമ്പോൾ എത്ര മണിയാവും. ഇരുന്ന സീറ്റ് മാറിപ്പോയി. ഞാൻ ലേഡീസിലോട്ട് നടക്കുന്ന അവിടെ ആകുമ്പം ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് അങ്ങോട്ട് പോവാണ്. ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇരിക്കാൻ സീറ്റും കിട്ടും, തിരക്കും കുറവായിരിക്കും. ചൂടെടുക്കുന്നു, ഞാൻ മുടിയൊക്കെ വാരി കെട്ടി. നമുക്ക് ഈ എൻഡ് എങ്ങനെ ഇരിക്കുന്നു ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണിക്കണമായിരുന്നു. പക്ഷെ ഇനി എനിക്കതുവരെ നടക്കാൻ വയ്യ. അങ്ങോട്ടൊന്നുമില്ല ഗൈസ്, അങ്ങോട്ട് ശൂന്യതയാണ്. ഓക്കെ, നമുക്കപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള ജേണി കാണാം. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് കൃമിക്കുത്താണ്. അതുകൊണ്ട് ഹോപ്പ് യു ഓൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കഴിച്ചു വേണ്ടി കാരണം എന്താ അറിയോ, ഇവിടെ എല്ലാം കൂടി കെട്ടി വെച്ചപ്പോ മൈഗ്രെയിൻ വന്നില്ല, അതിന്റെ തുടക്കം. അപ്പൊ ഞാൻ മുടി അഴിച്ചു വിട്ടു, ദിവസമായിട്ട് കഴിച്ചു. ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വെറുമല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്കായി, ബഹളമായി, ആളായി. പക്ഷെ ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാ, ഇൻ കേസ് അതില് ആരെങ്കിലും പെട്ടുപോയാൽ ഞാൻ ഇനി ഇതിന് ഫൈൻ കൊടുക്കാൻ നടക്കണം. അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ ഇനി ഒരു 2 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ അങ്ങറ്റത്ത്. അങ്ങനെ നമ്മൾ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്ത് എത്തി. ഇതാണ് ഈ അറ്റം, ഇങ്ങനെയാണ് ഈ അറ്റം. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എസ് ഗൈസ്, കറക്റ്റ് 40 മിനിറ്റിൽ നമ്മൾ ഈ ആൻഡിയിൽ വന്നു. ക്രീക്കിൽ നിന്ന് ഈ ആൻഡി വരെ വന്നു. ഇനി എൻ്റെ അടുത്ത സംശയം, അത് നോട്ടിഫിക്കേഷൻ കളഞ്ഞതാണ്. അപ്പം ഇനി എൻ്റെ അടുത്ത സംശയം, റെഡ് ലൈനിൻ്റെ ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റം വരെ പോകാൻ എത്ര നേരം എടുക്കും എന്നാണ്. അത് നമുക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല. വയ്യ, ഇനി വീട്ടിൽ പോകണം. വല്ല എന്തെന്ന് വെച്ച് നമുക്കത് അടുത്ത ആഴ്ച നോക്കാം. ബൈ.